നമുക്ക് ഒരു ഷോപ്പിങ്ങിന് പോകാം, പ്ലസ് ഒരു പനീർ ബിരിയാണി ഉണ്ടാക്കാം. അപ്പം ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. നിങ്ങളപ്പം ഇന്നത്തെ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കും. അപ്പം ശരി. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളറിലൊക്കെ എനിക്ക് വേണം എന്നുണ്ടായിരുന്നു. എനിക്ക് എന്നെ കണ്ടൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ആക്രമണം കുടിക്കും. അതെന്റെ പ്ലേറ്റ് ആയിരിക്കും. എടുത്തോ. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. വരുന്നില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പം ഞാൻ എന്താ ഇറങ്ങി കേട്ടോ. നമ്മളിവിടുന്ന് ഒരു ഫ്യൂ മിനിറ്റ്സ് നടന്നാൽ മതി. ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നെക്സ്റ്റിലാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് പനീർ ബിരിയാണി ഉണ്ടാക്കാനൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ട്. ആക്ച്വലി ഇവിടെ ഇങ്ങനെ ബിരിയാണി ഒന്നും എപ്പോഴും ഉണ്ടാക്കുന്നൊരു സാധനം അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ അതിന് സാധനങ്ങൾ കട്ട് ചെയ്ത് തരുമ്പോഴായിരിക്കും അതിനുള്ള സാധനങ്ങൾ നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രോസറീസും എനിക്ക് സെയിൻസ്ബറീസിൽ നിന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെന്തായാലും പോയിട്ട് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വരാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നും സാധനങ്ങളൊന്നും എനിക്ക് വാങ്ങിക്കാനൊന്നും ഇല്ല, എന്നാലും കുറച്ച് നോക്കണം. എനിക്ക് ജാക്കറ്റൊക്കെ കുറച്ച് നോക്കാനുണ്ട്. അതൊക്കെ ഉള്ളു കേട്ടോ. അപ്പം നമുക്കെന്തായാലും പോയി വാങ്ങിക്കാം. ഇവിടെ ഓട്ടം കളേഴ്സൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. ഓട്ടം കളേഴ്സൊക്കെ തുടങ്ങി ഇവിടെ. പക്ഷേ തണുപ്പ് വളരെ കുറവാണ് കേട്ടോ. ഇപ്പം ഈ വട്ടം വളരെ കുറവാണ്. ഞാൻ ഈ ഒരു സ്വെറ്റ് ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല. ചെവി കവർ ചെയ്യാൻ ഞാനൊരു ഹെഡ്സെറ്റ് എടുക്കണം എന്ന് ഓർത്താന്ന്, പക്ഷേ മറന്നുപോയി. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. സമയമില്ല, ഉച്ചക്കലത്തേക്കാണ് പനീർ ബിരിയാണി ഉണ്ടാക്കേണ്ടത്. ഇപ്പം തന്നെ ഇവിടെ ഒരു 11 മണിയായിട്ടുണ്ട്. നമുക്ക് പോയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് നമ്മൾ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഓട്ടം കളേഴ്സ് കാണാൻ പറ്റുമ്പോൾ തന്നെ നമുക്ക് പുറത്തിറങ്ങാനും നടക്കാനും അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവ് മിനിറ്റ്സ് നമുക്കിങ്ങനെ കൂട്ടാനുള്ള ഒരു മോട്ടിവേഷനാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു ഓട്ടം സമയത്ത് വിൻ്റർ ആകുമ്പോൾ നല്ല തണുപ്പാണ്, സമ്മർ ആകുമ്പോൾ നല്ല ചൂടുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയാണ് കേട്ടോ. നമുക്ക് പുറത്തിറങ്ങി നടക്കാനും പുറത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാനും നല്ല ടൈമാണിത്. ഇതാ ഞാൻ പറഞ്ഞത് ഓട്ടം കളേഴ്സ്. എനിക്ക് ആക്ച്വലി സമ്മറിനെക്കാട്ടിലും എനിക്ക് ഇറങ്ങി നടക്കാൻ ഇഷ്ടം ഓട്ടമിലാണ് കേട്ടോ. കാരണം ഭയങ്കര ഇതുപോലെ കളർഫുൾ ആയിരിക്കും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ ഒരു റോ മൊത്തം ഇങ്ങനെയാണ്. ഞാൻ ക്രോസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഈ ഒരു റോഡിൻ്റെ 2 സൈഡും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ക്രോസ് ചെയ്യാം. ഇവിടെ ലൈറ്റ് കത്തി, നമുക്കിനി ക്രോസ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ഇസ് നെക്സ്റ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റിൽ പോയിട്ട് കുറച്ച് വിൻ്റർ സാധനങ്ങൾ കിട്ടുമോ എന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ആക്ച്വലി ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സെയിലുകളൊന്നും ഓൺ അല്ലാത്ത ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല കത്തി റേറ്റ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റിലെ എല്ലാ കളക്ഷൻസും എനിക്ക് ഇഷ്ടപ്പെടും, കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൺ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, നല്ല കത്തി റേറ്റ് ആയിരിക്കും. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഇട്ട് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. ഇത്രയും ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേതാണ് ഇഷ്ടപ്പെടുന്നത് അതെടുക്കാം. എനിക്ക് എന്നെ കണ്ടൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഒരു ഫീലിംഗ് തോന്നുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഈ ഒരു ലൈറ്റിൻ്റെ ആണെന്ന് അറിയത്തില്ല, നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ട് നോക്കിയാലും നമുക്ക് ഇഷ്ടപ്പെടും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫോർ സം റീസൺ ഭയങ്കര കംഫർട്ടബിളാണ്, പ്ലസ് ഭയങ്കര വാമാണ് കേട്ടോ. ഭയങ്കര കട്ടിയുണ്ട് ഇതിന്. ആൻഡ് 2 പോക്കറ്റ്സും ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു ഇത്. ബട്ട് മേ ബി ഐ വോണ്ട് പിക്ക് ഇറ്റ്. കാരണം നമുക്ക് ഇനിയും ഡ്രസ്സുകൾ ഇട്ട് നോക്കാനുണ്ട്. ഇട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഇതെൻ്റെ ഫസ്റ്റ് ഡ്രസ്സാണ്. ഇതും കൊള്ളാമല്ലേ, നല്ല ലുക്കായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് ഭയങ്കര ഭയങ്കര എലഗൻ്റാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ കല്ലൊന്നുമല്ല, നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ നല്ല വിലയാണ്. നല്ല രസമുണ്ട് കണ്ടിട്ട്. സൂപ്പർ. എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഉണ്ട്. അവിടെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഒരു നോർമൽ ഡ്രസ്സ് അത്രേ ഉള്ളൂ, ഒരു നോർമൽ വിൻ്റർ ഡ്രസ്സ്. പക്ഷേ ഇതിന് വലിയ
കട്ടിയൊന്നുമില്ല, കണ്ടില്ലേ, ഭയങ്കര വലിയ കട്ടിയൊന്നുമില്ല. അപ്പോൾ ഇതെനിക്ക് ഇട്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു ജാക്കറ്റാണ് കേട്ടോ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ ആലോചിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രേ കളറാണ് കേട്ടോ, നല്ല ഗ്രേ ആണ്. കൺഫ്യൂഷൻ ആയല്ലോ. ഈ ജാക്കറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് പ്രൈസ് ഈസ് ഓൾസോ ഓക്കെ. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച കുറ്റം എന്താണെന്നറിയോ? ഈ ബട്ടൺസ് ഇല്ലേ, ഇത് ഒരു 2-3 വാഷ് കഴിയുമ്പോൾ ചിലപ്പം ഊരി വരാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. പ്രൈസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ തന്നെ 1 ടൈം ഞാൻ ഊരിപ്പോൾ തന്നെ ചിലതൊക്കെ ഇപ്പോൾ ഇളകി വരും എന്നുള്ള രീതിയിലാണ്. എനിക്കാണെങ്കിൽ സ്റ്റിച്ചിങ് ഒന്നും അറിയത്തില്ല. സോ ഓക്കെ, വി ആർ നോട്ട് പിക്കിംഗ് ദിസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നമുക്കിനി പോവാം. ജാക്കറ്റ് ഊരിയിട്ടിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യും. ഗൈസ്, കുറച്ച് സാധനങ്ങൾ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളറിലൊക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ തണുപ്പൊന്നും അറിയില്ല. പക്ഷേ നോക്കട്ടെ. ആക്ച്വലി വലിയ ഫാൻസി ജാക്കറ്റൊന്നും അല്ല കേട്ടോ. കാരണം വിൻ്ററിൽ നമുക്കങ്ങനെ ഫാൻസി ജാക്കറ്റ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അത്യാവശ്യം തണുപ്പ് കിട്ടുന്ന, കൊള്ളാൻ പറ്റുന്ന ജാക്കറ്റ് വേണം. ഇത് പക്ഷേ നല്ല കട്ടിയുണ്ട്. യു ക്യാൻ സീ ദ തിക്നെസ്, കണ്ടോ? മേ ബി ഐ വിൽ പിക്ക് ദിസ് ഓർ നോട്ട്, ഐ ഡോണ്ട് നോ. ലെറ്റ്സ് സീ. ഇത് നിങ്ങൾ പേടിക്കണ്ട, ഇത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് ആക്ച്വലി എക്സ്ട്രാ ലാർജാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സ്മോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. എക്സ്ട്രാ സ്മോളോ മീഡിയം ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് തരാൻ പറ്റും, സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇപ്പം തന്നെ പേ ചെയ്യണം. എപ്പോൾ വേണമെങ്കിലും എനിക്ക് തന്നെ കളക്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പം തന്നെ പേ ചെയ്യണം. പേ ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ഇട്ട് നോക്കണമല്ലോ. ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ മേടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇട്ട് നോക്കാൻ വേണ്ടി തന്നെ എനിക്ക് കളറൊക്കെ സ്യൂട്ടാവുമെന്ന്. പക്ഷേ നല്ല രസമുണ്ട്. എൻ്റെ ഹാൻഡൊക്കെ ആക്ച്വലി എനിക്ക് കയറത്തില്ല, പക്ഷെ നല്ല രസമുണ്ട്. നോക്കാം. അങ്ങനെ കുറേ കൺഫ്യൂഷൻ അടിച്ചെങ്കിലും എനിക്ക് മനസ്സിനിണങ്ങിയ 1-2 ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് നെക്സ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ സെയിൻസ്ബറീസിലാണ് പോകേണ്ടത്. നമ്മുടെ പനീർ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. ഞങ്ങളല്ലേലും അങ്ങനെയാണ്. എന്തെങ്കിലും പെട്ടെന്ന് കുക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നും. അപ്പം നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഐറ്റംസ് ഒന്നും കാണില്ല. അപ്പോൾ വീണ്ടും സൂപ്പർ മാർക്കറ്റിൽ പോയി എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെയായിരിക്കും കുക്കിംഗ് ചെയ്യാറില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസൊക്കെ കേട്ടോ. അല്ലാതെ സ്ഥിരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കാണും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ബിരിയാണി മസാല എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. പിന്നെ ബിരിയാണി മസാല ഒക്കെ ആണെങ്കിലും ഗരം മസാലയൊക്കെ ആണെങ്കിലും ഞാനങ്ങനെ ഒരുപാട് ഓവർ മസാല ഇട്ട് കുക്ക് ചെയ്യുന്നൊരു അങ്ങനത്തെ ഡിഷസൊന്നും ഞാൻ കുക്ക് ചെയ്യാറില്ല. ആൻഡ് വിശാഖിനും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കണമായിരുന്നു. അതെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ ബില്ല് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടി. ഇന്നത്തെ ഷോപ്പിംഗ് ടാർഗറ്റൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊക്കെ താങ്ങിക്കൊണ്ട് പോകണമല്ലോ എന്ന് മാത്രം ആലോചിക്കുന്നത്. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനി പനീർ ബിരിയാണി ഉണ്ടാക്കണം. അപ്പം ലെറ്റ്സ് ഗോ ഫാസ്റ്റ്. വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ലവണ്ണം വിശക്കുന്നുണ്ട്. വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് അത്യാവശ്യം എല്ലാം കിട്ടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനമാണ്. ഇങ്ങനെ ചടപടേന്ന് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ അതൊരു ഈസി മാർഗ്ഗമാണ് കേട്ടോ. ഞങ്ങൾ വീട് എടുക്കാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ച ഒരു ഘടകം കൂടിയാണിത്. കൊണ്ടുപോ, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. കോക്കനട്ട് വാട്ടർ മേടിച്ചു, അതാ വെയിറ്റ് ആയിപ്പോയി. കോക്കനട്ട് വാട്ടർ ലിസ്റ്റിൽ ഞാൻ എന്തായാലും പോയതല്ലേ. വൈകിട്ട് നീ പോകുന്നുണ്ടോ? ഇനി നമുക്ക് പോയിട്ട് പനീർ ബിരിയാണി ഉണ്ടാക്കാം. വേഗം ഉണ്ടാക്കണം, ഉച്ചയാവാറായി. വിശാഖിൻ്റെ വയറ്റിൽ നിന്ന് എൻ്റെ വയറ്റിൽ നിന്നൊക്കെ കോഴി കൂടുന്നുണ്ട്. സോ ലെറ്റ്സ് മേക്ക് പനീർ ബിരിയാണി.
കിച്ചണിലോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. മിസ്റ്റർ ഹസ്ബൻഡ് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ പകുതി പണി കഴിഞ്ഞു. ഇനിയിപ്പം ബിരിയാണി ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ബിരിയാണി ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ആരെയും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതായിട്ടില്ലല്ലോ, എല്ലാവരും അതിന് എക്സ്പേർട്സ് ആയിരിക്കും. അരി ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്യാറുള്ളത്. റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളത്തിൽ മസാലകളെല്ലാം ഇടും, പിന്നെ കുറച്ച് ബട്ടറും കൂടി ഇടും, കുറച്ച് നാരങ്ങാനീരും ഒഴിക്കും. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസും കൂടി ഇടും. കൈമ റൈസ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. വിശപ്പിൻ്റെ വിളി അതിഭീകരമായി കിടക്കുന്നത് കൊണ്ടിട്ട് അപ്പുറത്തെ സ്റ്റവിൽ ഒരു പാത്രം കൂടെ വെച്ചിട്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ റൈസിൻസും പിന്നെ നമ്മുടെ കാഷ്യൂനട്ടും ഒന്ന് വറുത്തെടുത്ത് മാറ്റാം. സെയിം എണ്ണയിലോട്ട് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല മൂത്ത് നമ്മളിങ്ങനെ ചുമയ്ക്കുന്ന പരുവാകുമ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ സവാള അരിഞ്ഞ് ചേർക്കാം. അത് വഴറ്റി വരുമ്പോഴത്തേക്കും നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഗ്രീൻ പീസും കുറച്ച് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഏത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ, അതുകൊണ്ടാണ് ഞങ്ങൾ അതെടുത്തത്. ഞാൻ മസാല നോക്കുമ്പോഴത്തേക്കും മിസ്റ്റർ ഹസ്ബൻഡ് അവിടെ റൈസിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ നോക്കുകയാണ്. റൈസ് ഒന്ന് നമുക്ക് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് സെറ്റാക്കണം. അതുപോലെ തന്നെ പുള്ളിക്കാരൻ സാലഡും പ്രിപ്പയർ ചെയ്തായിരുന്നു ഇതിനിടയിൽ. ഞാൻ വളരെ സൂക്ഷ്മമായി ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഇട്ട മസാലകളുണ്ടല്ലോ നമ്മുടെ റൈസിൻ്റെ വെള്ളത്തിൽ, അതെല്ലാം എടുത്ത് മാറ്റുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതങ്ങനെ ഒരു ഓവർ അതിൻ്റെ രുചി വരുന്നത് ഇഷ്ടമല്ല. വിശപ്പിൻ്റെ വിളി കനക്കും തോറും എൻ്റെ ഗ്യാസിലെ പാത്രങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഞാനിപ്പോൾ പുതിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പനീറും കൂടി ഒന്ന് പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ സെക്ഷനിലോട്ട് നമ്മൾ പോവാണ്. നമ്മൾ ഈ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിനെ നമ്മൾ ഇതിനകത്തോട്ട് ഇടണം. എന്നിട്ട് റൈസ് ഇട്ടിട്ട് നമ്മൾ ദം ചെയ്യാനാണ് പരിപാടി. ഓക്കെ, ഫൈനൽ സ്റ്റെപ്പാണ്. ഫൈനലല്ല, പനീർ ഇടുന്ന സ്റ്റെപ്പാണ്. ഇത്ര വൃത്തിയായിട്ടൊക്കെ ഇടും. ഞാനിപ്പോൾ ഇത് ഇളക്കും. പനീർ ഒത്തിരിയായോ? പിടിച്ചിട്ടുണ്ടോ? വൺസ് അഗെയിൻ ഫൈനൽ സ്റ്റേജ് ഓഫ് മൈ പനീർ ബിരിയാണി എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ദം ചെയ്യാൻ പോണേ. അപ്പോൾ ഇവിടെ എൻ്റെ മസാലയൊക്കെ ഇവിടെ കംപ്ലീറ്റ്ലി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് അതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ്ലി വറ്റിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ദം ചെയ്യാം. നമ്മളങ്ങനെ പ്രോപ്പർ ദമ്മൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടു. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് റൈസിൻസും കാഷ്യൂ ഇട്ടു. അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ സ്പെഷ്യൽ സാധനമാണ് പൈനാപ്പിൾ. ഇതെനിക്ക് എൻ്റെ ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. പൈനാപ്പിളും കൂടെ കുറച്ചിട്ടു. പിന്നെ കുറച്ച് മല്ലിയിലയും മിൻറ്റ് ലീവ്സും കൂടി ഇട്ടു. പിന്നെ വളരെ കുറച്ച് ഓയിൽ. നമ്മളിനി ഓയിലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് എന്താ, റിപ്പീറ്റിംഗ് സ്റ്റെപ്സ് അഗെയിൻ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളും അതുപോലെ തന്നെ റൈസിൻസും മല്ലി ലീവ്സും ഒക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് ദം ചെയ്യാം. ആക്ച്വലി ഈ ബിരിയാണിയുടെ കൂടെ നമ്മുടെ സാലഡിനെക്കാട്ടിലും എനിക്കിഷ്ടമുള്ള വേറെ ഐറ്റം ഉണ്ട്. എന്താണെന്നറിയോ? പൈനാപ്പിൾ റൈത്ത്. അതിൻ്റെ ആ ഒരു പുളിയും ഒരു മധുരവും എല്ലാം കൂടെ അടിപൊളിയാണ്. അപ്പം ഞാൻ പൈനാപ്പിൾ റൈത്ത് ക്യുക്കായിട്ട് ഉണ്ടാക്കി. ഞാൻ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഈ ഒരു പൈനാപ്പിളും തൈരും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ല് കിട്ടും. ആഹാ, എനിക്ക് ആക്ച്വലി ഐ കാൺ വെയിറ്റ്. ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇവിടെ ഇപ്പോൾ 12:30 ഓക്കെ, ഇറ്റ്സ് ഇൻ ദ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. വിരലിഞ്ഞൊടിച്ചതുപോലെ അത്ര ഈസി അല്ലായിരുന്നു ക്ലീനിങ്. ഞാനും വിശാഖും കൂടെ കഷ്ടപ്പെട്ടാണ് ആ കിച്ചൺ അങ്ങനെ ആക്കി എടുത്തത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബിരിയാണി പ്രിപ്പറേഷൻ ഇവിടെ സക്സസ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ എവരിതിങ് ഈസ് റെഡി. വെയിറ്റിംഗ് ഫോർ വിശാഖ്. ഇത്ര നേരം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇപ്പം കഴിക്കാനായപ്പോഴത്തേക്കും പുള്ളിക്കാരന് കുളിക്കണം എന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട്. എപ്പോഴുള്ള പരിപാടിയാണിത്. ഓക്കെ, നമ്മുടെ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ബിരിയാണി, പൈനാപ്പിൾ റൈത്ത, സാലഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അച്ചാറുണ്ട്, നമ്മുടെ കോക്കനട്ട് വാട്ടർ ഉണ്ട്. സോബ ജസ്റ്റ് സ്മെല്ലൊക്കെ ഉണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. നശിപ്പിച്ചു അവസാനം കൊണ്ടൊന്ന് കലവടച്ച്. സോറി ഗൈസ്, ആക്രാന്തം കുടിക്കും. അതെൻ്റെ പ്ലേറ്റ് ആയിരിക്കും അല്ലേ? ഇത് നീ എടുത്തോ. പൈനാപ്പിൾ റൈത്ത രണ്ട് കുറച്ച് അകത്തി പിടിച്ച ചാപ്പച്ചുള്ളൂ.
വെള്ളം വെള്ളം കഴിച്ചോക്ക്. മസാല ഓവറായിട്ടുണ്ടോ? സോ ഞാൻ ഫൈനലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മുടെ പനീർ ബിരിയാണി. എനിക്ക് പപ്പടം ഉണ്ട്, പക്ഷെ അതിന് പപ്പടം വേണ്ടെന്ന് പറഞ്ഞു. ലെറ്റ് മീ ട്രൈ. കുറച്ച് സാലഡും കുറച്ച് റൈത്തയും കുറച്ച് അച്ചാറും കുറച്ച് പപ്പടവും. ആണല്ലേ? ബിരിയാണി റൈസ് മതിയായിരുന്നോ കൈമയ്ക്ക് പകരം? ഇത് നല്ല, ഇത് നല്ല. സോ ഇന്നത്തെ ഈ ഒരു ക്വിക്കായിട്ടുള്ള വ്ളോഗ്, ഷോപ്പിംഗ് പ്ലസ് ബിരിയാണി പ്രിപ്പറേഷൻ, ഈ ഒരു വ്ളോഗ് ഞാൻ ഈ ഒരു ബിരിയാണിയുടെ കൂടെ ഇവിടെ പറയുകയാണ്. നല്ല ബിരിയാണിയാണ്, സക്സസ് ആയി. അപ്പോൾ നമുക്കിനിയും അടുത്ത വ്ളോഗിൽ കാണാം.